ബാക്ക് ടു സാന്ദ്രാസ് ലിറ്റിൽ വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു 8 മാസം പ്രായമായ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരു ഫ്രോക്കാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ടിഷ്യൂവിൻ്റെ മെറ്റീരിയലും പിന്നെ പോളിക്കോട്ടൻ്റെ മെറ്റീരിയലും ആണ് എടുത്തേക്കുന്നത്. 1.5 മീറ്ററാണ് മെയിൻ ടിഷ്യൂവിൻ്റെ മെറ്റീരിയൽ എടുത്തേക്കുന്നത്. അതേപോലെ ഒരു 80 മീറ്ററോളം വരും പോളിക്കോട്ടൻ്റെ മെറ്റീരിയൽ എടുത്തേക്കുന്നത്. 1.5 മീറ്ററാണ് ടിഷ്യൂവിൻ്റെ എടുത്തേക്കുന്നത്. അതേപോലെ 1.5 മീറ്ററോളം ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. അപ്പോൾ 4 തുണി മടക്കി ഇട്ടിട്ട് ആദ്യം ഷോൾഡർ 4.5 മാർക്ക് ചെയ്തു. പിന്നെ താഴോട്ട് ആം ഹോൾ 5.5 മാർക്ക് ചെയ്യണം. ഞാൻ 5.5 കൊടുത്തേക്കുന്നത്. ജസ്റ്റ് 4.5 തയ്യെഴുത്തുമ്പോൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ലെങ്ത്ത് കൊടുക്കുന്നത് 9 കൊടുക്കുന്നത്. അപ്പോൾ തയ്ച്ചൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കൊരു 7 മതിയാവും, 7-7.5 മതിയാവും. അവിടെ 4.5 കൊടുത്തു, തയ്യെഴുത്തുമ്പും കൊടുത്തു. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനി ഞാൻ മുകളിൽ നിന്ന് ഒരു 2 ഇഞ്ച് താഴോട്ട് വിട്ടിട്ടുണ്ട്. എന്നിട്ട് 2.25 നെക്കിൻ്റെ വിത്ത് കൊടുക്കുന്നത്. അതേപോലെ ഇറക്കം 3 കേട്ടോ കൊടുക്കുന്നത്. എന്നിട്ട് ഒരു ബോക്സ് ആക്കി ക്രിയേറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് ജസ്റ്റ് ഒരു റൗണ്ട് ഷേപ്പ് കൊടുക്കുവാണ് കേട്ടോ. എന്നിട്ട് ആ റൗണ്ട് ഷേപ്പിനെ ഞാൻ അകത്തേക്ക് എടുത്തിട്ടുണ്ട്. നെക്ക് നമ്മൾ എടുത്തിടത്തു നിന്നും അകത്തേക്ക് ഒരു 1/2 ഇഞ്ച് അകത്തേക്ക് ഒരു മാർക്ക് കൊടുത്തു. അവിടെ നിന്നും ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മുടെ ആം ഹോളിലോട്ട് ജസ്റ്റ് ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഓക്കെ, നമ്മൾ കെട്ടുടുപ്പായതുകൊണ്ടാണ് ഇത്രയും ഫോർമാലിറ്റീസ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്കത് കറക്റ്റ് കെട്ടാനും ഒന്നും പറ്റത്തില്ല കേട്ടോ. നെക്കും ഒരുമാതിരിയായി പോവും. അതുകൊണ്ട് ഇങ്ങനെ തന്നെ ചെയ്യുക. 1 വയസ്സുള്ള കുട്ടിയുടെ അളവിന് വരെ നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. 1 കൂടുതലൊക്കെ ആകുമ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ ഇതൊരു 6 months to 8 months കറക്റ്റ് ആയിരിക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ ടിഷ്യൂവിൻ്റെ മെറ്റീരിയൽ എടുത്തില്ലേ, അതിനെ ആദ്യം ഒന്ന് 4 മടക്കി ഇട്ട് കൊടുക്കുവാണ് ഞാൻ. മടക്കിയിട്ട് കൊടുത്തിട്ട് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചില്ലേ ലൈനിങ്ങിൻ്റെ ക്ലോത്ത്, അത് വെച്ചിട്ട് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തിടാം. സെയിം രീതിയിൽ ഞാൻ കട്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ മാത്രമേ കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. ഇതേപോലെ ബാലൻസ് ഞാൻ കട്ട് ചെയ്യുന്നില്ല കേട്ടോ. ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്തിട്ട് ലൈനിങ്ങിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്താൽ പെട്ടെന്നായിരിക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നത്. നമ്മൾ രണ്ടും സെയിം രീതിയിൽ കട്ട് ചെയ്തെടുത്താൽ ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ബിഗിനേഴ്സിനൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുത്താൽ നമുക്ക് എളുപ്പമായിരിക്കും കേട്ടോ. പിന്നെ ബാലൻസ് ഉള്ള ക്ലോത്തിനെ ഞാൻ ഇതേപോലെ മടക്കിയിട്ടു. എന്നിട്ട് ഒരു 11 ഇഞ്ചിലാണ് കേട്ടോ സ്ട്രൈറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 11, ഒരു 9, 10, 11 ഒക്കെ മതി. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ലെങ്ത് അനുസരിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ എൻ്റെ കുഞ്ഞിന് അല്പം നീളമുള്ള കുട്ടിയാണ് കേട്ടോ. നീളമില്ലാത്തൊരു കുട്ടിയാണെങ്കിൽ 9 ഇഞ്ചിന് മാത്രം എടുത്താൽ മതി. ലൈനിങ്ങും അതേപോലെ ഞാൻ മടക്കിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പം ഞാൻ 1 മീറ്ററോളം ഇതേപോലെ 2 മടക്കിയിട്ട് കൊടുത്തു. ഇപ്പം നമ്മൾ മെയിൻ ക്ലോത്ത് എടുക്കുന്നതിനേക്കാളും 2 ഇഞ്ച് കുറച്ചാണ് ലൈനിങ് എടുക്കേണ്ടത്. ഇപ്പം ഞാൻ മെയിൻ ക്ലോത്ത് 11 എടുത്തത്, അതിന് 2 ഇഞ്ച് കുറച്ച് ഞാൻ 9 എടുത്തേക്കുന്നത് ലൈനിങ്ങിന്. അത് നിങ്ങളിപ്പോൾ 9 ഇഞ്ചാണ് മെയിൻ ക്ലോത്ത് എടുക്കുന്നതെങ്കിൽ അതിൽ നിന്ന് 2 ഇഞ്ച് കുറച്ച് 7 മാത്രമാണ് കേട്ടോ ലൈനിങ്ങിന് എടുക്കാൻ പാടുള്ളൂ. പിന്നെ ആ പോളിക്കോട്ടൻ്റെ മെറ്റീരിയൽ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഞാൻ മടക്കിയിട്ടിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് ഈവൻ ആക്കി എടുത്തതാണ്. പിന്നെ 4 ഇഞ്ചിൽ മാർക്ക് കൊടുക്കണം കേട്ടോ. 4 ഇഞ്ചിൻ്റെ പീസസാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതെനിക്ക് പ്ലീറ്റ്സ് ഇട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനാണ്. അപ്പോൾ ഇതേപോലെ ഈവനായിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുവാണേ. പ്ലീറ്റ്സ് ഇട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്. 2 പീസല്ല നമുക്ക് വേണ്ടത്, 4 പീസെങ്കിലും വേണം നല്ല ചുരുക്കിയിട്ട് പ്ലീറ്റ്സ് ഇട്ടെടുക്കാൻ.
അപ്പോൾ അതും കട്ട് ചെയ്ത് മാറ്റി. ഇനി ഞാൻ എൻ്റെ ഫ്രോക്കിൻ്റെ ഫ്രണ്ട് പോർഷനിൽ അല്പം ഈ പിങ്ക് ക്ലോത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് 3 അരയാണ് ഞാൻ വിത്ത് കൊടുക്കുന്നത്. ഇറക്കം 5 അര കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഞാൻ ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കുവാണേ. ആദ്യം ഞാൻ വിചാരിച്ചു റൗണ്ട് ചെയ്യാമെന്ന്, പിന്നെ ഞാൻ വിചാരിച്ചു എപ്പോഴും റൗണ്ടല്ലേ ചെയ്യുന്നത്, നമുക്ക് സ്ക്വയറിൽ തന്നെ ചെയ്തെടുക്കാമെന്ന്. അങ്ങനെതാ എൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ 3 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ നമുക്ക്. അപ്പോൾ അതാ മെയിൻ ക്ലോത്ത് എടുത്തു, ഫ്രണ്ട് പോർഷനാണ് എടുത്തേക്കുന്നത്. ആ പിങ്കിൻ്റെ 3 സൈഡും കട്ട് ചെയ്തു, സ്റ്റിച്ചിട്ടെടുത്തു. എന്നിട്ട് സെൻറ്റർ നോക്കിയിട്ട് അതാ ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. പിന്നെ ഞാൻ ഒരു 2 ഇഞ്ച് വീതിയും 9 ഇഞ്ച് നീളത്തിലുള്ള 4 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് വള്ളിക്ക് വേണ്ടി സെറ്റ് ചെയ്യാനാണ്. അതൊന്ന് തിരിച്ചിട്ടെടുക്കുവാണേ. ഇതേപോലെ 4 പീസും തിരിച്ചിട്ടെടുക്കണേ. അതേപോലെ ഞാൻ തിരിച്ചിട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഫ്രണ്ടിൻ്റെ നല്ല വശം അതിൻ്റെ മുകളിലോട്ട് ഇതേ രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ലൈനിങ് പ്ലേസ് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് സെൻറ്റർ ആയിരിക്കണേ. നമ്മുടെ ക്ലോത്തിൻ്റെ കറക്റ്റ് സെൻറ്റർ തന്നെ ആയിരിക്കണം. ഇതേ രീതിയിൽ പിന്നൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ വള്ളി ഇതേ രീതിയിൽ 2 ക്ലോത്തിൻ്റെയും നടുക്കായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് സൈഡിൽ നിന്ന് ലൈനിങ്ങിൽ നിന്ന് അകത്ത് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഇതേ രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക. ആ വള്ളി വരുന്നിടത്ത് ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. നിക്ക് ഓപ്പോസിറ്റ് സൈഡിലും അതേ രീതിയിൽ വള്ളി വെച്ച് കൊടുക്കുക കേട്ടോ. നൂല് പൊട്ടിപ്പോയി. വള്ളി അകത്ത് വെച്ച് കൊടുത്തു, ഡബിൾ സ്റ്റിച്ച് കൊടുത്തു. ആം ഹോളിലേക്കും അതേ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്ത് ഇനി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ തന്നെ കട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ സ്റ്റിച്ച് ഇട്ടതിൻ്റെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ. എന്നിട്ട് ചെറിയ ചെറിയ വെട്ടിട്ട് കൊടുക്കാം, സ്റ്റിച്ച് കൊള്ളാതെ. ഇനി അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് വലിച്ചാൽ മാത്രം മതി. അയൺ ചെയ്യുവാണെങ്കിൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ ഇതേപോലെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് നല്ല മാർക്ക് കൊടുക്കുക കേട്ടോ. ഇതാ ഞാൻ നമ്മുടെ വള്ളി വെച്ച ഭാഗത്ത് കറക്റ്റ് അകത്തേക്ക് മടങ്ങിയിരിക്കുമായിരിക്കും. എന്തെങ്കിലും വെച്ചൊന്ന് ജസ്റ്റ് കുത്തി കൊടുത്താൽ മതി, ഒന്ന് നിവർന്ന് വന്നോളും. അപ്പോൾ ഇതാ ഇതിൽ ഇനി പതിച്ചൊരു സ്റ്റിച്ച് കൊടുക്കുവാണ് കേട്ടോ. നേരത്തെ സൈഡിൽ കൂടാണ് സ്റ്റിച്ച് പോകുന്നത്. എന്നിട്ട് അതിൻ്റെ ആ 3 സൈഡൂടെ നമുക്കൊന്ന് ലൈനിങ്ങും ക്ലോത്തുമായിട്ട് ജോയിൻ ചെയ്തെടുക്കാം. ഇതേപോലെ 3 സൈഡും ഞാൻ ജോയിൻ ചെയ്തെടുത്തു. ഇനി ബാക്ക് സൈഡും ഇതേ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ബാക്ക് സൈഡും ചെയ്തെടുത്തു. ഇനി ഇതിനെ രണ്ടിനെയും നല്ല വശം കൂടെ ചേർത്ത് വെച്ചിട്ട് ഇതേപോലെ 4ആയിട്ടൊന്ന് മടക്കിയിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഒന്നുകൂടെ മാർക്ക് ചെയ്തെടുക്കാം. ലെങ്ത്ത് നമുക്ക് കറക്റ്റ് 7 മതി. അപ്പോൾ 7.5 മാർക്ക് ചെയ്തിട്ട് വേസ്റ്റ് പാർട്ടൊക്കെ കട്ട് ചെയ്ത് കളയുക. ചെസ്റ്റ് 4.5, അതേപോലെ വേസ്റ്റും 4.5. 2 വശത്തും മാർക്ക് ചെയ്തിട്ട് നമുക്കിനി വള്ളി സെറ്റ് ചെയ്യാം. വള്ളി 2 ഇഞ്ചിൻ്റെ വീതിയും ഒരു 14-15 ഇഞ്ചിൻ്റെ നീളവുമായിട്ടുള്ള 2 ക്ലോത്ത് ഇതേപോലെ സെറ്റ് ചെയ്തു കട്ട് ചെയ്തെടുത്തു. ഇതേപോലെ മുകളിൽ നിന്നൊന്ന് ചരിച്ച് സ്ട്രെയിറ്റ് ഒരു സ്റ്റിച്ച് ഇട്ടെടുക്കുവാണേ. ഇനി ഇതിനെ തിരിച്ചിട്ടാൽ മാത്രം മതി, നമ്മുടെ വള്ളി സെറ്റാവും.
വള്ളി തിരിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ മാർക്ക് ചെയ്ത ആ ഭാഗത്ത് കറക്റ്റായിട്ട് ക്ലോത്ത് വെച്ച് കൊടുക്കാവേ. എന്നിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് ഒരു ഇഞ്ച് നമ്മുടെ താഴ്ഭാഗത്തിൻ്റെ 1 ഇഞ്ച് മുകളിലായിട്ട് നമുക്ക് ഈ വള്ളി വെച്ച് കൊടുക്കാം. തയ്യൽ തുമ്പ് എത്രത്തോളം ഇടണോ അത്രത്തോളം ഇട്ടിട്ട് വേസ്റ്റ് പാർട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. 2 സൈഡിലും ഇതേ രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ആ വേസ്റ്റ് പാർട്ട് ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കാം. കറക്റ്റ് നമുക്ക് 20ഓളം കിട്ടുന്നുണ്ട് കേട്ടോ. അതനുസരിച്ച് വേണം നമുക്ക് താഴ്ഭാഗത്ത് ഞുറു ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ മെയിൻ ക്ലോത്ത് ടിഷ്യൂൻ്റെ ക്ലോത്ത് എടുത്തു, അതിൽ ഞുറു ഇട്ടെടുക്കുകയാണ് കേട്ടോ. കറക്റ്റ് നമുക്ക് 20 വേണം ഞുറു. 20ഉം അതിൻ്റെ കൂടെ നമുക്ക് തയ്യൽത്തും കൂടെ വേണം. 21 ആക്കാം കേട്ടോ നമുക്ക്. അതും ഇട്ടെടുത്തിട്ട് ഇനി നമുക്ക് ലൈനിങ്ങിലൂടെ പ്ലീറ്റ്സ് ഇട്ടെടുക്കണം കേട്ടോ. അപ്പോൾ ലൈനിങ്ങിൻ്റെ അടിഭാഗം മടക്കി അടിക്കണം. അപ്പോൾ ഈ മെയിൻ ക്ലോത്തിൻ്റെ അടിഭാഗം ഞാൻ മടക്കി അടിച്ചിട്ടില്ല, അവിടെ ലോക്ക് ഓൾറെഡി ഉണ്ട്. പിന്നെ നമ്മൾ ആ ചെറിയ പ്രില്ലൂടെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് മടക്കി അടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ലൈനിങ്ങിൻ്റെ അടിഭാഗം മടക്കി അടിച്ചിട്ട് അതും ഇതേപോലെ ചെറിയ ചെറിയ ഫ്രില്ലിട്ട് എടുക്കുവാണ് കേട്ടോ. സെയിം ആയിരിക്കണം, 20 ഇഞ്ചാണ് കേട്ടോ വേണ്ടത്. ഇനി ലൈനിങ്ങും മെയിൻ ക്ലോത്തൂടെ ഒന്ന് ജസ്റ്റ് ജോയിൻ ചെയ്തെടുക്കാവേ. ഇനി നമ്മുടെ മുകളിലത്തെ പോർഷൻ എടുക്കുക. നല്ല ഭാഗം ജോയിൻറ്റ് ചെയ്തിട്ട് ഒരു സൈഡിൽ നിന്ന് ഇതേപോലെ കറക്റ്റ് ജോയിൻ ചെയ്തെടുക്കണേ. ഇനി സൈഡൂടെ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഹിപ്പിൻ്റെ ഭാഗത്ത് ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഫ്രില്ല് കൂടുതലുണ്ടെങ്കിൽ മാത്രമേ ഫ്രോക്കിന് നല്ല ഭംഗി കിട്ടത്തുള്ളൂ കേട്ടോ. അതാണ് ഞാൻ 1.5 മീറ്ററെങ്കിലും വേണമെന്ന് പറഞ്ഞത്. ഇനി നമുക്ക് ആ പോളി കോട്ടൻ്റെ മെറ്റീരിയൽ എല്ലാം ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. അത് 4 പീസായിട്ടാണ് ഞാൻ കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഈ 1.5 മീറ്ററും നമുക്ക് ഫ്രില്ലിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത്രത്തോളം ഫ്രില്ല് നമുക്ക് ആവശ്യം വരും. ആദ്യം അതിൻ്റെ ക്ലോത്തെല്ലാം ഞാൻ ജോയിൻ ചെയ്തെടുക്കുവാണേ. ഇനി ഇതിൻ്റെ അടിഭാഗം ഡബിൾ ഫോൾഡ് ചെയ്ത് മടക്കി അടിക്കണം. പിന്നെ അതിൻ്റെ മുകൾ ഭാഗം കൂടി ഒരു ഫോൾഡ് ചെയ്ത് മടക്കി അടിക്കുന്നത് നല്ലതാണ് കേട്ടോ. അല്ലെങ്കിൽ ഈ പോളിക്കോട്ടൻ്റെ തുണിക്ക് ഏറ്റവും വലിയ പ്രശ്നമെന്ന് വെച്ചാൽ അതിൻ്റെ നൂല് ഇങ്ങനെ ഇഴുതുകൊണ്ടേയിരിക്കും. എത്ര നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞാലും വീണ്ടും വീണ്ടും ഇഴുതുകൊണ്ടേയിരിക്കും. നമ്മളത് ഇടുന്ന സമയത്ത് ആ നൂലിങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് ഭയങ്കര ഭംഗി കാണാൻ ഒട്ടും ഭംഗി കാണില്ല, ഒരു അഭംഗിയായിരിക്കും. അപ്പോൾ അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നല്ലതാണ് കേട്ടോ. നമ്മൾ ലോക്ക് ചെയ്യാത്തവരെപ്പോഴും ആ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ടെടുക്കുവാണ്. അപ്പോൾ നമുക്ക് അടുപ്പിച്ച് പ്ലീറ്റ്സ് ഇടാം, അത് നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് ഏതാണോ നല്ലതെന്ന് തോന്നുന്ന ആ രീതിയിൽ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ അല്പം അടുപ്പിച്ചാണ് കേട്ടോ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ
ഫ്രോക്കിൻ്റെ അടിഭാഗം ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കുക, നമുക്ക് എത്രത്തോളം വേണമെന്നുള്ളത്. എന്നിട്ട് നമുക്കത് പ്ലീറ്റ്സ് ഇട്ട് തുടങ്ങിയാൽ മതി കേട്ടോ. ഇനി പ്ലീറ്റ്സും നമ്മുടെ മെയിൻ ക്ലോത്തുമായിട്ട് നല്ല ഭാഗം വെച്ചിട്ട് കറക്റ്റ് ജോയിൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ ഞാൻ. ഇത്രയും കറക്കി ജോയിൻ ചെയ്തിട്ട് ഇതിൻ്റെ സൈഡ് അടിച്ച് കവർ ചെയ്തെടുത്തു. ഇനി ഇതിനെ ഞാനൊന്ന് ജസ്റ്റ് പതിച്ചൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കഴിഞ്ഞിട്ട് നമ്മൾ വള്ളിക്ക് 4 ഡെസൽസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇതേപോലെ. പിന്നെ എൻ്റെ കയ്യിൽ വൈറ്റ് പേൾ ഉണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ അത് ഇതുമായിട്ട് മാച്ചായി പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വെക്കാമെന്ന്. അങ്ങനെ ഞാൻ സിംഗിൾ ഫൂട്ട് വെച്ചിട്ടാണ് കേട്ടോ ഇത് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. സിംഗിൾ ഫൂട്ട് വെച്ചിട്ട് കറക്റ്റായിട്ട് കിട്ടുമെന്ന് ചോദിച്ചാൽ ചില ലേസൊക്കെ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പക്ഷേ ഇത് ഞാൻ കട്ട് ചെയ്തപ്പോൾ ഇതിൻ്റെ മുത്ത് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മുത്തൊന്നുകൂടെ തുന്നി പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. കൈ വെച്ച് തന്നെ മുത്തൊക്കെ തെറിച്ച് പോയിട്ടുണ്ടായിരുന്നു. അത് കൈ വെച്ച് തന്നെ നമുക്ക് തുന്നി പിടിപ്പിക്കാം. അപ്പോൾ ഫ്രോക്കിന് എത്രത്തോളം ഭംഗി കിട്ടണമെങ്കിൽ മെറ്റീരിയൽ കൂടുതൽ വേണം. അതേപോലെ നല്ല ഫ്രില്ലുണ്ടെങ്കിൽ മാത്രമേ ഫ്രോക്ക് ഭംഗിക്ക് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇതേപോലെ ചെറിയ ഫ്രില്ലും നല്ല അടുപ്പിച്ച് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. പിന്നെ കുഞ്ഞു മക്കൾക്ക് ക്യാരി ചെയ്യാൻ പാടായിരിക്കും, ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. പക്ഷേ ഭംഗി ഇതാണ് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഫ്രോക്ക് തന്നെയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഔട്ട്ലുക്ക് കണ്ടാലോ, വായോ.